إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم والله جعل لكم من بيوتكم سكنا وجعل لكم من جلود الأنعام بيوتا تستخفونها يوم ظعنكم ويوم إقامتكم ومن أصوافها وأوبارها وأشعارها أثاثا ومتاعا إلى حين. സൃഷ്ടാവായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥാവിധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കുകയും അല്ലാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുന്ന നല്ലവരായ അടിമകളാകാൻ നാം പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അല്ലാഹു തആല നമ്മെ അത്തരത്തിലുള്ള മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, കഴിഞ്ഞ 3-4 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ജില്ലയിലെ ഒരറിയപ്പെട്ട സ്കൂളിൽ അവിടെയുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായി ഒരു കൗൺസിലിംഗ് നടന്നു. 116 പെൺകുട്ടികളാണ് ആ കൗൺസിലിംഗിൽ പങ്കെടുത്തത്. ഈ 116 പെൺകുട്ടികളെ കൗൺസിൽ നടത്തിയപ്പോൾ അതിൽ 102 പെൺകുട്ടികൾക്കും ആ സ്കൂളിലെ തന്നെ ആൺകുട്ടികളുമായി പ്രണയബന്ധമുണ്ടായിരുന്നു പോലും. അതിൽ 94 കുട്ടികൾ അന്യമതസ്ഥരായ ആൺകുട്ടികളെയാണ് പ്രണയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 116 കുട്ടികളിൽ 14 കുട്ടികൾ മാത്രമേ അത്തരത്തിലുള്ളതായ ബന്ധങ്ങളിൽ നിന്നും വിട്ടുനിന്നിട്ടുള്ളൂ എന്ന്. ഇത് നമ്മുടെ ജില്ലയിലെ ഒരു സ്കൂളിൽ നടത്തിയ ഒരു കൗൺസിലിംഗിലെ റിപ്പോർട്ടാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ ദിനേന വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള പ്രണയക്കുടുക്കുകളിലും ചതികളിലും പോയിപ്പെട്ട് അന്യമതസ്ഥരായ ആളുകളോടൊപ്പം ഒളിച്ചോടിപ്പോയി വിവാഹിതരാവുകയും അതിന് കോടതിയുടെ പിൻബലം ലഭിക്കുകയും ഒടുവിൽ ആ പെൺകുട്ടികൾ കൊല ചെയ്യപ്പെടുകയും കഴിഞ്ഞ ദിവസം തന്നെ 6-7 ദിവസത്തോളം മോർച്ചറിയിൽ ഒരു പെൺകുട്ടിയുടെ മൃതശരീരം ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ പോലും ഇല്ലാതെ ജീർണിച്ചു കിടക്കേണ്ട അവസ്ഥയുണ്ടായി. ഈ ഒരു സാഹചര്യം മുമ്പിൽ വെച്ചുകൊണ്ട്
നമുക്ക് ഓരോരുത്തർക്കും പെൺമക്കളുള്ളവരാണ്. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ പെൺമക്കൾ വളരുന്നവരാണ്. ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരിൽ അവരുടെ സഹോദരിമാർ ഉണ്ട്. ഇതൊക്കെ നമ്മൾ മുമ്പിൽ വെച്ചുകൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം മുസ്ലിം ഉമ്മത്തിലെ പെൺകുട്ടികളെ തേടി വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ വീടുകളെ തേടി വരുന്നു എന്ന് നാം ഒന്ന് കൃത്യമായി പഠിക്കണം. ഇങ്ങനെ പോകുന്ന പെൺകുട്ടികൾ അത് ഏത് മതസ്ഥരുടെ കൂടെ പോയാലും, മുസ്ലിമീങ്ങളുടെ കൂടെ പോയാലും അമുസ്ലിമീങ്ങളുടെ കൂടെ പോയാലും, അത് സ്വന്തം കുടുംബത്തോടും മാതാപിതാക്കളോടും അവരെ സൃഷ്ടിച്ച സൃഷ്ടാവിനോടും ചെയ്യുന്ന ക്രൂരമായ വഞ്ചനയാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാകണം. ഈ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസൗകര്യം ഉള്ളവരാണോ എന്ന് പരിശോധിച്ചാൽ, ചിന്തിച്ചാൽ, മറ്റുള്ളവരെ അപേക്ഷിച്ച് വീട് സൗകര്യമുള്ളവരും വാഹന സൗകര്യമുള്ളവരും മറ്റുള്ളവരെക്കാൾ നല്ല ഭക്ഷണം കഴിക്കുന്നവരും മറ്റുള്ളവരെക്കാൾ നല്ല വസ്ത്രം ധരിക്കുന്നവരും മറ്റുള്ളവരെക്കാൾ കൂടുതൽ സാമ്പത്തികമായി പിൻബലമുള്ളവരുമാണ്. അത്തരം കുട്ടികളെ കുറിച്ച് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു ചതിയിൽപ്പെടുന്നത്? ഇങ്ങനെ ഒരു ക്രൂരമായ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ എങ്ങനെയാണ് ഏർപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഈ പെൺകുട്ടികൾ കൗൺസിലിംഗ് നടത്തുന്ന അവിടെയുള്ള അധ്യാപകരോടും സാമൂഹ്യ പ്രവർത്തകരോടും പറഞ്ഞ വർത്തമാനം, എന്റെ വീടുകളിൽ കിട്ടുന്നതിനേക്കാൾ, ഞങ്ങളുടെ വീടുകളിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സമാധാനം ഇവരുടെ കൂടെ പോകുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതാണ് അവർ പറയുന്ന മറുപടി. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും വീടുകൾ നമ്മുടെ മക്കൾക്ക് സമാധാനം കൊടുക്കുന്ന തരത്തിലുള്ള വീടുകളാണോ അല്ലയോ എന്നൊന്ന് പരിശോധിക്കണം. ഞാൻ തുടക്കത്തിൽ പാരായണം ചെയ്ത വിശുദ്ധ ഖുർആൻ 16-ാം അധ്യായം സൂറത്തുൻ നഹ്ലിലെ 80-ാമത്തെ ആയത്ത്, അല്ലാഹു നമ്മളോട് പറയുന്നു, വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകന. അല്ലാഹു നിങ്ങളുടെ ഭവനങ്ങളിൽ സമാധാനത്തെ തന്നവനാണ്. നമ്മുടെ വീടുകളിൽ അല്ലാഹു സമാധാനം തന്നിട്ടുണ്ട് എന്ന് അല്ലാഹു പറയുന്നു. പക്ഷേ ആ സമാധാനത്തെ എങ്ങനെയാണ് നാം കണ്ടുപിടിക്കേണ്ടത് എന്ന വിഷയത്തിൽ തർക്കത്തിലാണ്. ഒരാളുടെ വീട്ടിൽ സമാധാനം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ വീട് വിപുലപ്പെടുത്തുന്നതിലൂടെയോ അതിൽ കുറെ എക്യുപ്മെന്റ്സുകൾ ഉണ്ടാക്കുന്നതിലൂടെയോ അതിൽ ഒരുപാട് സംവിധാനങ്ങൾ തയ്യാറാക്കി വെച്ച് അത് മറ്റുള്ളവരുടെ വീടിനേക്കാൾ മനോഹരമാണ് എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നതിലൂടെയാണോ സമാധാനം കിട്ടുന്നത്? വീട്ടിൽ സമാധാനം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനിവിടെ ഇനി പുറകെ പ്രതിപാദിക്കാനിരിക്കുന്ന ചില വിഷയങ്ങളുമായി ബന്ധമുണ്ട്. നമ്മുടെ വീട്ടിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ മക്കൾ അന്യനെ തേടി പോകാതിരിക്കണമെങ്കിൽ, നമ്മുടെ മക്കൾ ഒളിച്ചോടാതിരിക്കണമെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ വഴിപിഴച്ചവരുണ്ടാകാതിരിക്കണമെങ്കിൽ നാം താഴെ പറയുന്ന ചില വിഷയങ്ങൾ ശ്രദ്ധിക്കണം. അതിലൊന്നാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, വീട്ടിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിന് മുമ്പായി അടിസ്ഥാനപരമായ ചില ചിന്താഗതികൾ ഉണ്ടാക്കിയെടുക്കണം. എന്താ അടിസ്ഥാനപരമായ ചിന്താഗതികൾ? അതിലൊന്നാമത്തേത്, വീട് അല്ലാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് എന്ന് ഞാനും നിങ്ങളും നമ്മുടെ കുടുംബവും തിരിച്ചറിയണം. കാരണം ഇന്ന് ലോകത്ത് 700 കോടിയിലധികം മനുഷ്യന്മാർ അധിവസിക്കുന്നുണ്ട്. ഈ 700 കോടിയിലധികം മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ 63% മനുഷ്യന്മാർക്ക് സ്വന്തമായി വീടുള്ളൂ. ബാക്കി 37% ആളുകൾ വാടക വീടുകളിലും അഭയാർത്ഥി ക്യാമ്പുകളിലും ജയിലറകളിലും പീഡിക തിണ്ണകളിലും ബസ് സ്റ്റാൻഡുകളിലും കഴിച്ചുകൂട്ടുന്നവരാണ്. അപ്പോൾ ആ 37% അപേക്ഷിച്ച് 67% അംഗമാകാൻ അല്ലാഹു നമുക്ക് സൗഭാഗ്യം തന്നു. നമുക്ക് ഓരോരുത്തർക്കും ഒന്നുമല്ലെങ്കിലും സൗകര്യങ്ങൾ കുറവാണ് എങ്കിലും ഒരു വീടുണ്ടായി. ആ വീട്ടിലെ സൗകര്യങ്ങൾക്കല്ല പ്രാധാന്യം എന്ന് നാം നമ്മുടെ കുടുംബത്തെയും നമ്മളെയും ബോധ്യപ്പെടുത്തണം. സൗകര്യങ്ങൾക്കല്ല പ്രാധാന്യം.
മറിച്ച് വീട്ടിൽ സമാധാനത്തിനാണ് പ്രാധാന്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞൊരു വർത്തമാനമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീട്ടിൽ ഞാൻ താമസം ആരംഭിച്ച കാലം മുതൽ ഏറ്റവും കൂടുതൽ സമാധാനം ഞാൻ അനുഭവിച്ചവളാണ് എന്ന്. എന്തായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ താമസിച്ച വീടിന്റെ പ്രത്യേകത? ഒരു നാടൻ കട്ടിലുണ്ടായിരുന്നു ആ വീട്ടിൽ. ഒരു നാടൻ കട്ടിൽ, ഈത്തപ്പനയുടെ നാര് നിറച്ച ഒരു കോസടി, ഈത്തപ്പനയുടെ നാര് നിറച്ച ഒരു ചെറിയ തലകണ, ഒരു മണ്ണിന്റെ കൂജ, ഒരു മൺകുടം, ചുമരിൽ ഒരു മരത്തിന്റെ പലകയുടെ തട്ട്, ആ തട്ടിൽ ഒരു പാത്രത്തിൽ അല്പം ഗോതമ്പ്, പിന്നെ കാരക്ക ഇട്ടുവെക്കാൻ ഒരു പാത്രം, ഗോതമ്പ് പൊടിക്കാൻ ഒരു ചാക്ക്, ഒരു കണ്ണാടി. ഇതായിരുന്നു അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ ഉൾവശം. ആ വീട്ടിൽ ഞാൻ താമസം ആരംഭിച്ചത് മുതൽ ഞാൻ സമാധാനത്തിലാണ് ഇന്നേ ദിവസം വരെയും എന്ന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയണമെങ്കിൽ ആ വീട്ടിൽ നിന്നും പ്രവാചകൻ എന്തായിരുന്നു അവർക്ക് കൊടുത്തത്? അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വീട്ടിലേക്ക് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദീ ഇബ്നു ഹാത്തിമിന് ഇരിക്കാൻ കൊടുത്തത് പ്രവാചകന്റെ നാല് നിറച്ച തലകണയാണ്. അതിരിക്കാൻ കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈത്തപ്പന ഓല കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ പായിൽ ഇരുന്നു. ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു. അപ്പോൾ കുടുംബത്തിൽ കിട്ടേണ്ടത് എന്താ? കുടുംബത്തിൽ കിട്ടേണ്ടത് അടിസ്ഥാന സൗകര്യങ്ങളോ അതല്ലെങ്കിൽ മറ്റുള്ളതായ സംവിധാനങ്ങളോ അല്ല, മറിച്ച് കുടുംബത്തിലൊരു സമാധാനമാണ്. ആ സമാധാനം കിട്ടേണ്ടത് എപ്പോഴാണ്? ആ കുടുംബത്തിൽ എനിക്ക് കിട്ടിയത് കൊണ്ട് ഞാൻ സംതൃപ്തനാണ് എന്ന് തോന്നുമ്പോൾ. എനിക്കിതിലുള്ള സൗകര്യം ഇത് മതി, അതെപ്പോഴാണ് തോന്നുന്നത്? അപ്പൊ സമാധാനം ഉണ്ടാവും. അതുകൊണ്ടല്ലേ പ്രാർത്ഥിക്കാൻ പറഞ്ഞെടുത്ത് കിടക്കാൻ നേരത്തുള്ള ഒരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തുകയാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ അവ ഇലാ ഫിറാശിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരിപ്പിൽ പോയി ഇരുന്നാൽ, ഉറങ്ങാൻ വേണ്ടി കിടക്കാൻ വേണ്ടി വിരിപ്പിലേക്ക് എത്തിയാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിക്കുമായിരുന്നു, പറയുമായിരുന്നു, അൽഹംദുലില്ലാഹില്ലദീ അത്അമന വസഖാന വകഫാന വആവാന ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅ്വിയ. വല്ലാത്തൊരു പ്രയോഗം അത്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് സർവസ്തുതിയും. അല്ലാഹു ആരാ? അല്ലദീ അത്അമന വസഖാന, എനിക്ക് ഭക്ഷണം തന്നവൻ അവനാ, എനിക്ക് പാനം ചെയ്യാനുള്ള വെള്ളം തന്നവൻ അവനാ. വകഫാന, എന്നെ മതിയാക്കിയവൻ അവനാ. വആവാന, എനിക്ക് അഭയം തന്നവനും അവനാണ്. എന്നിട്ട് പിന്നെ അടുത്ത വരി എന്താണെന്നറിയോ? ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅ്വിയ. എത്രയെത്ര മനുഷ്യന്മാരാ സംതൃപ്തി ഇല്ലാതെ മതിയാകാതെ അലഞ്ഞു നടക്കണവര്. അവരിൽ നിന്നും എനിക്കിത് മതിയാകാനുള്ള ഒരു മാനസികാവസ്ഥ ചെയ്തു തന്ന അള്ളാഹുവിനാണ് സർവസ്തുതി. അപ്പൊ ആ ഒരു അവസ്ഥ എന്റെയും എന്റെ കുടുംബത്തിലും ഞാൻ ഉണ്ടാക്കണം. അതാണ് ഒന്നാമത് വേണ്ടത്. ഇതിലുള്ള ഈ സൗകര്യങ്ങൾ നമുക്ക് മതി. നമുക്കിതിന്റെ അപ്പുറത്തേക്ക് പോകണ്ട. വീടുണ്ടാക്കാൻ മത്സരിക്കണ്ട, വീട്ടിലെ സൗകര്യങ്ങൾ വിശാലമാക്കാൻ മത്സരിക്കണ്ട. അതൊക്കെ ആവശ്യമാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ അതല്ല ജീവിതം. അതിനപ്പുറം നമുക്കൊരു സമാധാനപൂർണമായ ജീവിതം വേണം എന്ന് ചിന്തിക്കാനുള്ള മാനസിക അവസ്ഥയിലേക്ക് നമ്മളെല്ലാവരും ഉയരണം. ചില്ലറ വിഷയമല്ല ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞത്. ഒരു സ്കൂളിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ആ പഞ്ചായത്തിൽപ്പെട്ട കുട്ടികളാ. അതിലെത്താ 116 കുട്ടികളിൽ 102 കുട്ടികളും പ്രണയത്തിൽ പെട്ടുപോയി ഒളിച്ചോടാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ ആ കുട്ടികളുടെ മാനസികാവസ്ഥ എന്താ? ആ മാനസികാവസ്ഥയിലേക്ക് ആ കുടുംബം എത്തിയത് എങ്ങനെയാ? ചിന്തിക്കണം. അതുകൊണ്ട് എന്റെ കുടുംബത്തിലെ സൗകര്യം കൊണ്ട് ഞാൻ സംതൃപ്തനാണ് എന്ന് കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് ഇമാം തിർമിദി തന്റെ സുനനിൽ സലമത്ത് ബിൻ ഉബൈദില്ലാഹി ബിൻ മുഹ്സിൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് രേഖപ്പെടുത്തുന്നുണ്ട്.
അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി, ഒരാൾ അവന്റെ കിടക്കയിൽ നിന്ന് നിർഭയനായിക്കൊണ്ട് ഉണർന്നാൽ, ആരും തല്ലി ഉണർത്തുകയോ വെടിശബ്ദം കേട്ടിട്ട് എഴുന്നേൽക്കുകയോ അതല്ലെങ്കിൽ കെട്ടിടം പൊളിഞ്ഞ് വീണിട്ട് ചാടിപ്പണിഞ്ഞ് എഴുന്നേൽക്കുകയൊന്നും ചെയ്തതല്ല, മറിച്ച് വളരെ നിർഭയത്വത്തോടു കൂടെ ഉണർന്നാൽ. അങ്ങനെയല്ലേ നമ്മൾ ഇന്ന് ഉണർന്നത്? ആരെങ്കിലും പേടിച്ചിട്ടാണ് നമ്മൾ ഉണർന്നത്? അല്ല, നിർഭയത്വത്തോടെ ഉണർന്നാൽ. മുആഫിൻ ഫീ ജസദിഹി, ശരീരത്തിൽ അനാരോഗ്യമില്ലാത്ത അവസ്ഥയിൽ. ആരോഗ്യമുണ്ട്. ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും പ്രായത്തെ കണക്ക് കൂട്ടിക്കൊണ്ട് വേണം ആരോഗ്യത്തെ വിലയിരുത്താൻ. 60-65 വയസ്സ് പ്രായമായ ആളുകള് ചെറുപ്പക്കാരന്റെ ആരോഗ്യത്തെ വിലയിരുത്തണ്ട. എനിക്ക് ആ ചെറുപ്പക്കാരന്റെ ആരോഗ്യം ഇല്ലല്ലോ എന്ന് കരുതണ്ട. ഓരോരുത്തരുടെയും പ്രായത്തിന് അനുസൃതമായിക്കൊണ്ടുള്ള ആരോഗ്യത്തോടു കൂടെ നിർഭയത്വത്തോടു കൂടെ തന്റെ വീട്ടിൽ ഒരാൾ ഉണർന്നാൽ കഴിഞ്ഞില്ല. ഇൻദഹു ഖൂതു യൗമിഹി, അന്ന് തിന്നാനുള്ള ഭക്ഷണം അവന്റെ കയ്യിലുണ്ട്. അന്ന് കഴിക്കാനുള്ള ഭക്ഷണത്തിന്റെ വക അവന്റെ വീട്ടിൽ അവന്റെ കയ്യിൽ ഉണ്ട്. അങ്ങനെ ഒരാൾ ഒരു ദിവസം ഉണർന്നാൽ അവൻ ആരാ? ഫകഅന്നമാ ഹുയ്യിസത് ലഹു ദുനിയ, ദുനിയാവ് മുഴുവനും സ്വന്തമാക്കിയവനെ പോലെയാ. ഈ പറയപ്പെട്ട 3 അവസ്ഥ നമുക്ക് ഇന്നില്ലേ? നമ്മളിന്ന് ഉണർന്നത് ആരും പേടിച്ചിട്ടല്ല. നമ്മളിന്ന് ഉണർന്നത് ആരും താങ്ങിപ്പിടിച്ചിട്ടല്ല. നാം ഇന്ന് ജുമാ കഴിഞ്ഞ് കഴിക്കേണ്ട ഭക്ഷണത്തിന്റെ മെനു കൃത്യമായി തയ്യാറാക്കി വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്, അല്ലേ? ദുനിയാവ് മുഴുവൻ കിട്ടിയതിന് തുല്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു. ഇത് പറഞ്ഞു കൊടുക്കണം നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബത്തിന് ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതാണ് ഒന്നാമത് നമ്മുടെ കുടുംബത്തോട് നാം ചെയ്യേണ്ട ബാധ്യത, നമ്മുടെ വീടിനോട് ചെയ്യേണ്ട ബാധ്യത. അപ്പൊ നമ്മുടെ കുടുംബത്തിൽ എന്തുണ്ടാകൂല? സമാധാനം തേടി അന്യരെ തേടി പോകൂല, അന്യരുടെ അടുത്തേക്ക് പോകൂല. ഇതിപ്പോ ഞാൻ പറഞ്ഞത് കുട്ടികളുടെ വിഷയത്തിൽ മാത്രമല്ല. കണ്ണൂർ ജില്ലയിൽ നിന്ന് കഴിഞ്ഞ 2 മാസം മുമ്പ് വന്ന റിപ്പോർട്ട് പ്രകാരം വിവാഹിതരായ മുസ്ലിം യുവതികൾ, അവരിൽ നടത്തിയ പഠനം, 100 പേരിൽ നടത്തിയ പഠനത്തിൽ 80ഓളം യുവതികൾ ഇത്തരം പ്രണയക്കുടുക്കിൽപ്പെട്ടവരാണ്. അത് ചെറിയ വിഷയമല്ല. അപ്പൊ കുടുംബത്തിൽ ഒന്നാമത് ഇതുണ്ടാക്കണം. രണ്ടാമത് വേണ്ടത്, കുടുംബത്തിനകത്ത്, വീടിനകത്ത് ശക്തമായ ദൈവസ്മരണ നിലനിർത്താൻ നമുക്ക് കഴിയണം. പടച്ചോനെ കുറിച്ചുള്ള ശക്തമായ ചിന്ത ഉണ്ടാക്കണം. ഇമാം മുസ്ലിം സ്വഹീഹിൽ രേഖപ്പെടുത്തുകയാണ്, അബൂ മൂസ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. മസലുൽ ബൈത്തില്ലദി യുദ്കറുല്ലാഹു ഫീഹി വൽ ബൈത്തില്ലദി ലാ യുദ്കറുല്ലാഹു ഫീഹി മസലുൽ ഹയ്യ് വൽ മയ്യിത്ത്. മാഷാഅല്ലാഹ്. എന്താ ഇതിനർത്ഥം? അല്ലാഹുവിനെ ശക്തമായി ഓർക്കുന്ന വീടിന്റെയും അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാത്ത വീടിന്റെയും ഉപമ ജീവനുള്ള ഒരു ജീവിയുടെയും ജീവനില്ലാത്ത ഒരു ജീവിയുടെയും ഉപമ പോലെയാണ്. എന്ന് പറഞ്ഞാൽ മയ്യിത്തും ഹയ്യും പോലെയാണ്, ജീവനുള്ളതും ജീവനില്ലാത്തതും പോലെയാണ്. അപ്പൊ അള്ളാഹിനെ കുറിച്ച് ഓർക്കണ വീട്ടിൽ എന്തുള്ളൂ? ജീവനുള്ളൂ. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, ഖുർആൻ പാരായണം ചെയ്യാൻ നിർദ്ദേശിക്കുന്നിടത്ത് പറഞ്ഞത്, ലാ തജ്അലു ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ മഖ്ബറകളാക്കരുത്. കാരണം എന്താ? മഖ്ബറകളിൽ ഖുർആൻ പാരായണോ അല്ലെങ്കിൽ ഇബാദത്തുകളോ ഒന്നും ഇല്ല. മഖ്ബറ മൂകമാണല്ലോ, ശ്മശാനം മൂകമല്ലേ, ഇതാക്കരുത്. മറിച്ച് ഫഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തില്ലദി യുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീടുകളിൽ നിന്നും പിശാച് ഓടിപ്പോകും. പറഞ്ഞ വീട്ടിൽ അള്ളാഹിനെ കുറിച്ചുള്ള സ്മരണ വിശുദ്ധ ഖുർആൻ പാരായണത്തിലൂടെ നിലനിർത്തുക. ഖുർആൻ ഓതുക. വീട്ടിൽ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിലെ വാപ്പ, പിതാവ് അല്ലെങ്കിൽ തലമുതിർന്ന ആള് വിശുദ്ധ ഖുർആന്റെ ഒരു പരിഭാഷ എടുത്തിട്ട്, ഇപ്പൊ പരിഭാഷപ്പെടുത്തുന്ന വിഷയത്തിൽ ആർക്കും തർക്കമില്ല, എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, എടുത്തിട്ട് അതൊരു പേജൊന്ന് വായിക്കുക. ദൈവസ്മരണയാ. അതേ പ്രകാരം വീടുകളിൽ പ്രവേശിക്കുമ്പോൾ, പുറത്തുനിന്ന് വീട്ടിലേക്ക് കയറുമ്പോൾ പ്രാർത്ഥന ചെല്ലുക. അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലജി വ ഖൈറൽ മഖ്റജി ബിസ്മില്ലാഹി വലജ്നാ ബിസ്മില്ലാഹി ഖറജ്നാ വ അലല്ലാഹി റബ്ബിനാ തവക്കൽനാ. ഇത് പറഞ്ഞിട്ട് പ്രവാചകൻ വീട്ടിൽ പ്രവേശിക്കുകയുള്ളൂ. എന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയും.
അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് പ്രവേശിക്കും. അങ്ങനെ പ്രവേശിച്ചാൽ ആ ഹദീസിന്റെ വിശദീകരണത്തിൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാ, ഇന്നൽ ബൈത്തല്ലദീ യുത്ലാ ഫീഹിൽ ഖുർആൻ അൻ യത്തസിയ ബിഅഹ്ലിഹി. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന വീടുകളിൽ അല്ലാഹു തആല വിശാലത ചെയ്തു കൊടുക്കും. അതേ പ്രകാരം വയുക്സിറു ഖൈറഹു, നന്മ വർദ്ധിപ്പിച്ചു കൊടുക്കും. വതഹ്റുൽ മലായികത്തു, മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും. മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ബറക്കത്ത് ഉണ്ടാവും എന്നർത്ഥം. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ ദഖല റജുലു ബൈതഹു, ഒരാൾ വീട്ടിൽ പ്രവേശിച്ചു, ഫദക്കറ ഇസ്മല്ലാഹി തആല, അല്ലാഹുവിന്റെ നാമം ചൊല്ലിക്കൊണ്ട് പ്രവേശിച്ചാൽ, ഹീന യദ്ഖുലു വഹീന യുത്ഇമു, ഭക്ഷിക്കുമ്പോഴും പ്രവേശിക്കുമ്പോഴും ഭക്ഷിക്കുമ്പോഴും അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് പ്രവേശിച്ചാൽ, ഖാല ശയാതീൻ, പിശാച് പറയും, ലാ മബീത ലക്കും വലാ അശാഅ ഹഉനാ, ഈ വീട്ടിൽ ഇന്ന് രാത്രി നമുക്ക് താമസമില്ല, നമുക്ക് ഭക്ഷണമില്ല, നമുക്ക് പോകാമെന്ന് പറയും. കാരണം അത്രയും അള്ളാഹുവിന്റെ സംരക്ഷണം ആ വീടിന് ലഭിക്കും. അപ്പോൾ വീടെപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തുന്നതായിരിക്കണം. അതാണ് രണ്ടാമത് നമുക്ക് വേണ്ടത്. മൂന്നാമത് വേണ്ടത് നമ്മുടെ വീടുകളെ ഖിബിലയാക്കുക. നമ്മുടെ വീട് ഖിബിലയാക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വജഅലു ബുയൂതക്കും ഖിബലതൻ, നിങ്ങളുടെ വീടുകൾ നിങ്ങൾ ഖിബിലയാക്കും. ഖിബിലയാക്കുക എന്ന് പറഞ്ഞാൽ ആ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ റഈസുൽ മുഫസ്സിർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാ, വൽ മഖ്സൂദു ബിത്തിഖാദിൽ ബൈത്തി ഖിബലതൻ, വീട് ഖിബലയാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ മക്കാനൻ ലിൽ ഇബാദത്തി, ഇബാദത്തിന്റെ സ്ഥലമാക്കുക. വീടെന്ന് പറഞ്ഞാൽ തിന്നാനും ഉറങ്ങാനും കുടിക്കാനും ഭോഗിക്കാനും മാത്രമുള്ളതല്ല വീട്. വീട് ഇബാദത്തിന്റെ കേന്ദ്രവും കൂടെയാകണമെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽ പ്രമുഖരായ ഉത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജുമുഅക്ക് പള്ളിയിൽ വന്നപ്പോൾ പ്രവാചകനെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് റഅയ്തനി യാ റസൂലല്ലാഹ് ലൗ അതൈതനി ഫസല്ലൈത ഫീ മക്കാനി മിൻ ബൈതി അത്തഖിദുഹു മുസല്ല, എൻ്റെ വീട്ടിൽ നിങ്ങളൊന്ന് വന്നിട്ട് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ ഒരു മുസല്ല വിരിച്ച് എപ്പോഴും ഇബാദത്തിന്റെ ഒരു സ്ഥലമാക്കി മാറ്റിക്കൊള്ളാം. ഈ സഹാബി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സാഫഅലു, ഇൻഷാ അല്ലാഹ് ഞാൻ വരാം. അങ്ങനെ പിറ്റേ ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിക്കൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ആ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നിട്ട് ഇരിക്കുന്നതിന് മുമ്പായിട്ട് പ്രവാചകൻ ചോദിച്ചു, ഐന തുഹിബ്ബു അൻ ഉസല്ലിയ ഫീ ബൈതിക, നിന്റെ വീട്ടിൽ ഞാൻ എവിടെയാണ് നിസ്കരിക്കേണ്ടതെന്ന് ചോദിച്ചു. എവിടെ നിസ്കരിക്കാനാണ് നിനക്ക് ഇഷ്ടം? ആ സഹാബി ഒരു സ്ഥലം കാണിച്ചു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിസ്കരിച്ചു. അദ്ദേഹം പറയാ, പിന്നെ ഞാൻ എല്ലാ ഇബാദത്തുകളും, അതായത് എല്ലാ ഇബാദത്തും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജമാഅത്ത് നമസ്കാരമല്ല, ബാക്കിയല്ലത്, അതൊക്കെ ഞാൻ അവിടെ നിർവഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയല്ലേ ജമാഅത്ത് പുരുഷന്മാർ നിർബന്ധമായും പള്ളികളിൽ പോയി നിർവഹിക്കുക. ജമാഅത്ത് നമസ്കാരം, ഫർദ് നമസ്കാരം അല്ലാത്തവ വീടുകളിൽ സുന്നത്താണ്. സുന്നത്ത് വീടുകളിലാണ് നമസ്കരിക്കേണ്ടത്. വീടുകൾ നമസ്കരിക്കൽ ശ്രേഷ്ഠതയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു. അപ്പൊ അതൊരു മുസല്ലയാക്കുക എന്ന് പറഞ്ഞാൽ ഇബാദത്തിന്റെ കേന്ദ്രമാക്കുക. അതാണ് നമുക്ക് മൂന്നാമത് വേണ്ടത്. നാലാമത് വേണ്ടത് എന്താ? നാലാമത് വേണ്ടത് നമ്മുടെ കുടുംബത്തിൽ പ്രധാനപ്പെട്ട 3 അംഗങ്ങളുണ്ട്, മൂന്ന് വിഭാഗം ആളുകളുണ്ട്. 1 പിതാവ്, 2 മാതാവ്, 3 മക്കൾ. ഇത് 3ഉം വീടിന്റെ തൂണുകളാണ് എന്ന് പരസ്പരം ബോധ്യപ്പെടുത്തുക. പിതാവിന്റെ ഉത്തരവാദിത്തം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അർ-റജുലു റാഇൻ ഫീ അഹ്ലിഹി വഹുവ മസ്ഊലുൻ അൻ റഅയതിഹി, പുരുഷൻ വീടിന്റെ ഉത്തരവാദിത്തമുള്ളവനാണ്. അവന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ച് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. അപ്പൊ കുടുംബത്തിനകത്ത് എന്ത് നടക്കണം എന്ത് നടക്കരുത് എന്ന് തീരുമാനിക്കാനുള്ളതായ പവർ പുരുഷനാണ്. അവൻ തീരുമാനിക്കണം എന്റെ വീട്ടിൽ എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട. വീടിനകത്ത് ചാനലുകളുള്ള TV ഉണ്ടോ? അത് ആരുടെ ഉത്തരവാദിത്തത്തിലാ? പുരുഷന്റെ ഉത്തരവാദിത്തത്തിലാ. അവൻ നടത്തിയത് കൊണ്ടാണ് ഉണ്ടായത്. അവൻ നടത്തിയില്ലായിരുന്നെങ്കിൽ അതുണ്ടാകൂലായിരുന്നു, അല്ലേ? വീടുകളിൽ അള്ളാന്റെ സ്മരണ അകത്തുന്ന തരത്തിൽ എന്തെല്ലാം ഉണ്ടോ അതിന്റെയൊക്കെ ഉത്തരവാദിത്തം പുരുഷനാണ്. അതുകൊണ്ട് പുരുഷൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, എപ്പോഴും പ്രാർത്ഥിക്കണം. ആര് പ്രാർത്ഥിച്ചത് പ്രകാരം?
മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചത് പ്രകാരം അദ്ദേഹം പ്രാർത്ഥിച്ചു, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയത്തി. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന അതായിരുന്നു, അല്ലാഹുവേ എന്നെ നീ ഒരുപാട് സമ്പന്നനാക്കണമെന്നല്ല പ്രാർത്ഥിച്ചത്, എനിക്ക് ഒരുപാട് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ടാകണമെന്നല്ല പ്രാർത്ഥിച്ചത്. റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത്, അല്ലാഹുവേ റബ്ബേ എന്നെ നീ നിസ്കാരം നിലനിർത്തുന്നവനാക്കണേ അല്ലാഹ്, വമിൻ ദുർരിയത്തി എൻ്റെ മക്കളിൽ നിന്നും നിസ്കാരം നിലനിർത്തുന്നവരുണ്ടാക്കണേ. എപ്പോഴേലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ നമ്മളങ്ങനെ? അങ്ങനെ പ്രാർത്ഥിക്കണം. നമ്മൾ അല്ലാഹുവോട് എപ്പോഴും പ്രാർത്ഥിക്കണം, പടച്ചവനെ എന്നെ നിസ്കാരം നിലനിർത്തുന്നവനാക്കണേ, എൻ്റെ മക്കളെയും. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന, ഒരു പിതാവിന്റെ പ്രാർത്ഥനയാണ്. അത് നമ്മൾ നിർവഹിക്കണം. രണ്ടാമത്തെ ഉത്തരവാദിത്തം ഭാര്യക്കാണ്, അല്ലെങ്കിൽ മാതാവിനാണ്. മാതാവിന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് എന്താ? വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ വമസ്ഊലത്തുൻ അൻ റഅയതിഹാ. ഭർത്താവിന്റെ വീട്ടിൽ പെണ്ണ് ഉത്തരവാദിത്തമുള്ളവളാണ്. അവളുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിന് മറുപടി കൊടുക്കാൻ അവൾ തയ്യാറാകണം. എന്താ ഭാര്യയുടെ ഉത്തരവാദിത്തം, മാതാവിന്റെ ഉത്തരവാദിത്തം? മക്കളെ അമാനത്തായി കാണുക. മക്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. വീട്ടിലെ ചര്യകളും ചിട്ടകളും പഠിപ്പിച്ചു കൊടുക്കുക മാത്രമല്ല, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇമ്രാന്റെ ഭാര്യയുടെ പ്രാർത്ഥന ഖുർആനിൽ പറയുന്നുണ്ട്. എന്താ പ്രാർത്ഥന? വഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്താനിർ റജീം. അല്ലാഹുവേ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ മക്കളെയും ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു. പിശാചിനെ തൊട്ട് കാവലിനെ തേടുക, അത് മാതാക്കളുടെയും പിതാക്കളുടെയും ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തങ്ങൾ അവർ നിറവേറുക. മൂന്നാമത് മക്കൾ എന്ന് പറഞ്ഞാൽ വീട്ടിലെ പുഷ്പങ്ങളാണ്, വീടിന്റെ സൗന്ദര്യം മക്കളാണ്. അൽ മാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തിദ് ദുനിയ. സമ്പത്തും സന്താനങ്ങളും ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരമാണ്. അപ്പോൾ മക്കൾ അല്ലാഹു തന്ന അലങ്കാരമാണ്. ആ അലങ്കാരത്തോടുള്ളതായ ബാധ്യത കൃത്യമായി മക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. മക്കൾക്ക് ഇന്നാലിന്റെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് കൃത്യമായി ഇസ്ലാമികമായ ചിട്ടയിലും ഇസ്ലാമികമായ ചുറ്റുപാടിലും നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുന്നില്ല എങ്കിൽ ഈ പറയപ്പെട്ട 102 മക്കളുടെ കൂട്ടത്തിൽ നമ്മുടെ മക്കളും പെടും. നമുക്ക് ആർക്കും ഉറപ്പ് പറയാൻ പറ്റില്ല എൻ്റെ കുട്ടി പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഈ പറയണ എൻ്റെ മോളും ഈ കേൾക്കണ നിങ്ങളുടെ മക്കളൊക്കെ ഏത് അവസ്ഥയിലാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നാളെ ഒരു ദുരന്തത്തിന് സാക്ഷികളാകാതിരിക്കാൻ, കോടതി വളപ്പിൽ സ്വന്തം മകളുടെ പേര് പറഞ്ഞ് വിലപിച്ച് കരയാതിരിക്കാൻ നമ്മുടെ ഭവനങ്ങൾ തീർച്ചയായും സമാധാനത്തിന്റെ കേന്ദ്രങ്ങളാക്കുക. അള്ളാഹിനെ കുറിച്ചുള്ള ശക്തമായ സ്മരണ ഉള്ളതാക്കുക. അതിൽ ഞാൻ പറഞ്ഞ ഒരു ഭാഗത്തിന് അടിവരയിടണം. എല്ലാ ദിവസവും ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും അല്ലെങ്കിൽ ഒരു 2 പേജെങ്കിലും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും ആ ആയത്തിന്റെ അർത്ഥം മക്കളെ കേൾപ്പിച്ചു കൊടുക്കുകയും അള്ളാഹിന്റെ ബറക്കത്തിനും റഹ്മത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. മക്കൾ കേൾക്കെ, കുടുംബങ്ങൾ കേൾക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ സമാധാനം നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅസ്തഗ്ഫിറു അന്നി വഅൻകും വഅൻ ജമീഇൽ المسلمين والمؤمنين أجمعين واستغفروا إنه تعالى ملك بالرؤوف الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله. അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, മക്കളുടെ വിഷയത്തിൽ ഞാനൊരു ഖുത്ബയിൽ വളരെ കൃത്യമായി തന്നെ വിശുദ്ധ ഖുർആന്റെയും ആയത്തുകളുടെയും അടിസ്ഥാനത്തിൽ ഒരു വിശദീകരണം മുമ്പ് തന്നു കഴിഞ്ഞതാണ്. എങ്കിലും ഇന്ന് നമ്മൾ നമ്മുടെ മക്കളുടെ വിഷയത്തിൽ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട പ്രധാനമായ വിഷയം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അവർ അള്ളാഹുവിന്റെ അമാനത്തായി കാണുക എന്നതിനോടൊപ്പം തന്നെ മക്കൾക്കിടയിൽ ആൺ പെൺ വിവേചനം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് വളരെ നിർബന്ധമുള്ള വിഷയമാണ്. ആൺകുട്ടികളായാൽ ഒരു പ്രത്യേക പരിഗണനയും സന്തോഷവും,
പെൺകുട്ടികളായി കഴിഞ്ഞാൽ അവർ അടുക്കളയിൽ തളച്ചിടപ്പെടേണ്ടവരാണ് എന്നൊരു ബോധവും ഈ സമൂഹത്തിന്റെ ഇടയിൽ ഉണ്ടായിപ്പോയി. അത് വിശുദ്ധ ഖുർആൻ തിരുത്തുന്നുണ്ട്. ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ആധിപത്യം അല്ലാഹുവിനാണ്. യഖ്ലുഖു മാ യശാ, അവൻ ഉദ്ദേശിച്ചത് അവൻ സൃഷ്ടിക്കുന്നത്. എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ട് യഹബു ലിമൻ യശാഉ ഇനാസ വയഹബു ലിമൻ യശാഉ ദുകൂർ, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ആൺകുട്ടികളെ കൊടുക്കും, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ പെൺകുട്ടികളെ കൊടുക്കും. അടുത്ത ആയത്ത് പറഞ്ഞേക്ക് ഔ യുസവ്വിജുഹും ദുഖ്റാനം വഇനാസ, അവൻ ഉദ്ദേശിച്ചാൽ ആണിനെയും പെണ്ണിനെയും കൂട്ടിക്കലർത്തി കൊടുക്കും. അപ്പൊ ഇതൊക്കെ അല്ലാഹു തീരുമാനിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മക്കൾക്കിടയിൽ എപ്പോഴും വിവേചനമില്ലാതെ അവരെ കാണാൻ കഴിയുക എന്നുള്ളത് മാതാപിതാക്കളുടെ വലിയ ഉത്തരവാദിത്തമാണ്. പെൺകുട്ടികളെ വിവേചനത്തോടു കൂടി കാണുന്നതിന്റെ പേരിലാണ് അവർക്ക് ഈ ഒളിച്ചോടി പോകാനും അതല്ലെങ്കിൽ പല പുരുഷന്മാരെ സ്നേഹിക്കാനും പ്രേമിക്കാനും അവർക്ക് പ്രചോദനം എന്ന് നമ്മുടെ നാട്ടിലെ സന്നദ്ധ സേവകരായ ആളുകളും മനഃശാസ്ത്ര വിദഗ്ധന്മാരും വിലയിരുത്തി കഴിഞ്ഞു. അവിടെയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഒരു കൈകടത്തൽ. അത് നമ്മൾ ഗൗരവത്തോടു കൂടെ ചിന്തിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇത്തരം വിഷയങ്ങളെ കൃത്യമായി വഹീന്റെ അടിസ്ഥാനത്തിൽ ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നു. ഇങ്ങനൊരു ചിന്ത നമ്മുടെ മക്കളുടെ മനസ്സിൽ ഉണ്ടാകാനേ പാടില്ല. അതിന് പ്രവാചകൻ പറഞ്ഞ എന്താ, മൻ കാന ലഹു സലാസു ബനാത്ത്, ഒരാൾക്ക് 3 പെൺമക്കൾ ഉണ്ടായി. അങ്ങനെ ഫസബറ അലൈഹിന്ന, അവരുടെ പേരിൽ ഉണ്ടാകേണ്ടുന്ന ഏത് വിഷയത്തിലും ക്ഷമിക്കാൻ തയ്യാറായി. അവർക്ക് ഭക്ഷണം കൊടുത്തു, അവർക്ക് വെള്ളം കൊടുത്തു, അവർക്ക് വസ്ത്രം കൊടുത്തു, അവനെ കൊണ്ടാകുന്നത് പോലെ ഈ പെമ്മക്കളെ അവൻ പരിപാലിച്ചാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ കുന്ന ലഹു ഹിജാബൻ മിനന്നാർ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഈ പെമ്മക്കൾ അവന് നരകത്തിൽ നിന്നും മറയായിരിക്കും. മറ്റൊരു ഹദീസിൽ കാണാം മൻ ആല ജാലിയത്തൈനി, 2 പെമ്മക്കളെ ഒരാൾ വളർത്തി. അങ്ങനെ ഹത്താ തബ്ലുഗ, അവൻ അവരെ പ്രായപൂർത്തിയാകുന്നവരെ പോറ്റി വളർത്തി സംരക്ഷിച്ചാൽ ജാഅ യൗമൽ ഖിയാമത്തി അന വഹുവ ഫിൽ ജന്നത്തി ഹകദാ, ഖിയാമത്ത് നാളിൽ ഞാനും അവനും സ്വർഗ്ഗത്തിൽ ഇങ്ങനെ നിൽക്കും. അത് എന്തിനാ പറഞ്ഞത്? പെമ്മക്കൾക്ക് അവഗണന കൊടുക്കാതിരിക്കുക. പെമ്മക്കളിൽ അവഗണന ഉണ്ടായപ്പോൾ അവരുടെ മനസ്സ് ഇതിനേക്കാൾ വലിയ സ്നേഹം തൊട്ടടുത്ത ക്ലാസ് റൂമിൽ ഇരിക്കുന്ന തന്റെ സഹപാഠികരും, അതുകൊണ്ട് അവന്റെ കൂടെ പോകാം എന്ന് ചിന്തിച്ചു. അതുകൊണ്ട് അത്തരത്തിലുള്ളതായ ചിന്താഗതികൾ ഉണ്ടാകാതിരിക്കാൻ നാം എപ്പോഴും ശ്രദ്ധിക്കണം. ഇവിടെ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ മഹാനായ സലഫുകളായ പണ്ഡിതന്മാർ പറയുന്ന ഒരു ഉദ്ധരണിയുണ്ട്. അൽ ബനൂൻ, ആൺമക്കൾ, നിഅമത്തുൻ, അനുഗ്രഹമാണ്. വൽ ബനാത്തു, പെൺമക്കൾ, ഹസനാത്തുൻ, സൽപ്രവർത്തികളാണ്. ഇത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. വൽ ബനൂൻ, ആൺമക്കൾ, നിഅമത്തുൻ, നിഅമത്താണ്. വൽ ബനാത്തു, പെൺമക്കൾ, ഹസനാത്തുൻ, സൽപ്രവർത്തികളാണ്. എന്നിട്ട് പറയുന്നവര് വല്ലാഹു യുഹാസിബു അല നിഅമതി, നിഅമത്തിന്റെ വിഷയത്തിൽ അല്ലാഹു ചോദ്യം ചെയ്യും. അപ്പൊ ആൺമക്കളെ അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആൺമക്കൾ നിഅമത്താണ്. ആ നിഅമത്തിനനുസരിച്ച് കൊണ്ട് നമ്മൾ ശുക്ർ ചെയ്തിട്ടില്ല, ആ നിഅമത്തിനെ നമ്മൾ പരിഗണിച്ചിട്ടില്ല എങ്കിൽ അള്ളാന്റെ വിചാരണക്ക് നമ്മൾ തയ്യാറാകണം. എന്നാൽ വയുജാസി അലൽ ഹസനാത്ത്, സൽപ്രവർത്തിക്ക് അല്ലാഹു തആല പ്രതിഫലം തരും. ഏതാ സൽപ്രവർത്തി? പെൺമക്കൾ. അപ്പൊ പെൺമക്കൾ ഈ സമൂഹത്തിൽ ഉണ്ടായാൽ അതിന് അല്ലാഹു പ്രത്യേകം പ്രതിഫലം തരും. ഇത് പണ്ഡിതന്മാർ ഹദീസുകളുടെ വെളിച്ചത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നാം വിവേചനമില്ലാതെ അവരെ കാണാനും അവർക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കാനും സമൂഹത്തിൽ അവർ തിന്മയിലേക്ക് പോകാതിരിക്കാൻ ആവശ്യമായ ശക്തമായ അല്ലാഹുവിനെ കുറിച്ചുള്ള തഖ്വയും സ്മരണയും കുടുംബത്തിനകത്ത് ഉണ്ടാക്കിയെടുക്കാനും ശ്രദ്ധിക്കണം. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുമ്പോൾ മുമ്പായി ഉണർത്താനുള്ളത്, ഇന്ന് നമുക്ക് നമ്മുടെ സദഖകൾ സ്വീകരിക്കുന്നത് കേന്ദ്ര പള്ളി ഫണ്ടിലേക്കുള്ളതാണ്. നമ്മുടെ സംസ്ഥാനത്തിനകത്തും പുറത്തും പണി നടന്നുകൊണ്ടിരിക്കുന്നതും പണിയിലിരിക്കുന്നതും ആയ പള്ളികൾ, അതേപോലെ പള്ളിയില്ലാത്ത സ്ഥലങ്ങളിൽ പള്ളികൾ ഉണ്ടാക്കി കൊടുക്കുക, അറ്റകുറ്റപ്പണികൾ നടത്തുക എന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി സംഭാവനകൾ സ്വീകരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞു പോകുന്ന ആളുകൾ അതിലേക്ക് ആവശ്യമായ രീതിയിൽ സദഖകൾ ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. പ്രാർത്ഥിക്കാൻ പ്രത്യേകം ഏൽപ്പിച്ചിരിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കണം. അല്ലാഹു തആല പ്രാർത്ഥന കൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുടെയും നമ്മുടെയും ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കി തരുമാറാകട്ടെ.
റഹ്മാനായ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം നിലനിർത്തി തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിൽ സ്നേഹവും ബറക്കത്തും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾ വഴിതെറ്റി പോകുന്നതിനെ തൊട്ട് കാത്തു രക്ഷിക്കണേ അല്ലാ. മുസ്ലിം ഉമ്മത്തിലെ പെൺകുട്ടികൾ വഴിതെറ്റിപ്പോകുന്ന വാർത്തകൾ ദിനേന കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അല്ലാഹുവേ, അക്കൂട്ടത്തിൽ ഞങ്ങളുടെ മക്കൾ പെടുന്നതിനെ തൊട്ട് കാത്തു രക്ഷിക്കണേ അല്ലാ. സമൂഹത്തിലുള്ള മക്കളെ കൊണ്ട് സമാധാനപൂർണ്ണമായ ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ അല്ലാ. റഹ്മാനായ അല്ലാഹുവേ, ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ കൃഷിയിലും ഞങ്ങളുടെ ഉപജീവന മാർഗങ്ങളിലും ഖൈറും ബറക്കത്തും തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും രോഗികളായ ആളുകൾ അവർക്ക് ശിഫ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ജീവിക്കുന്ന കാലമത്രയും യഥാർത്ഥ മുഅ്മിനായി ജീവിക്കാനും മരിക്കുമ്പോൾ ഇസ്സത്തോടുകൂടെ യഥാർത്ഥ മുവഹിദായി മരിക്കാനും ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأواهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم أعز الإسلام والمسلمين اللهم أذل الشرك والمشركين اللهم أجرنا من النار ومن خزي النار ومن كل عمل يقربنا إلى النار اللهم أدخلنا الجنة مع الأبرار برحمتك يا عزيز يا غفار آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.